ഹായ്, ഇവിടെ നല്ല കുറേ കണിക്കൊന്നയുണ്ട്. കണ്ടോ? കള. സോ ഞാനിന്ന് ഇൻറ്റേൺഷിപ്പ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നുണ്ട്. ഈ ഒച്ച കാരണം നിങ്ങൾക്ക് വല്ലതും കേൾക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ഇന്നൊരു ഇൻറ്റേൺഷിപ്പിന് പോകുന്ന വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു. ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ട്രെയിനൊക്കെ കയറി വന്ന് ഇനിയിപ്പോൾ ബസ് പിടിച്ച് ഇന്ത്യൻ ഓയിലിലേക്ക് പോകണം. സോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ട്രെയിനിലൊക്കെ ഇരിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് വരൂ. ഞാനൊരു 5:30 ആകുമ്പോഴേക്കും റെഡിയായി തുടങ്ങും. കാരണം ട്രെയിൻ ഒരു 6:45 ആയിട്ടാണ്. അപ്പോഴേക്കും എനിക്ക് വീട്ടിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങണം. സോ ഞാൻ റെഡിയാകുന്ന സമയം കൊണ്ട് അമ്മ എനിക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ റെഡിയായി വന്ന് പിന്നെ ഫുഡ് കഴിക്കാൻ പോവും. അമ്മ വായിലൊക്കെ വെച്ച് തരും എനിക്ക്. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ദോശയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അമ്മയുടെ ദോശ ഭയങ്കര ടേസ്റ്റാണ്. നെയ്യൊക്കെ ഇട്ട് ഇങ്ങനെ സൂപ്പർ ദോശയാണ് അമ്മ ഉണ്ടാക്കി തരാം. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അമ്മ. സോ മിക്ക വീടുകളിലും ചിലപ്പോൾ ചിക്കൻ ബിരിയാണി ഇങ്ങനെ ഒരുമിച്ചായിട്ട് ഉണ്ടാക്കിയിരിക്കും. അമ്മ പക്ഷേ സെപ്പറേറ്റാണ് ഉണ്ടാക്കാറ്. കാര്യം എനിക്ക് 24 വയസ്സായെന്ന് പറഞ്ഞാലും അമ്മ വാരിത്തരുന്നതിൻ്റെ ഒരു സുഖം അതൊന്ന് വേറെയാണ്. ഞാൻ വണ്ടി എടുത്ത് ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ജസ്റ്റ് മിസ്സിന് ട്രെയിൻ മിസ്സായില്ല. ഇന്ന് കുറേ നേരമൊന്നും സീറ്റ് കിട്ടുന്നുണ്ടായില്ല, നല്ല തിരക്കായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരിക്കാൻ പറ്റി എനിക്ക്. പിന്നെ ഞാൻ സ്റ്റേഷനെത്തി. ഇനി എനിക്ക് ബസ് പിടിക്കണം. ബസ് സ്റ്റോപ്പിൽ എന്തായാലും ഇരിക്കാനുള്ള സ്ഥലം കൊള്ളാം. അപ്പോൾ ബസ്സിലും ഭയങ്കര തിരക്കായിരുന്നു. അവിടെ നിന്ന് യാത്ര ചെയ്തതിന് ശേഷം നമ്മളങ്ങനെ ഇന്ത്യൻ ഓയിലിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി അപ്പുറത്തേക്ക് എനിക്ക് ക്രോസ് ചെയ്യണം. അങ്ങനെ സൈനൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ അകത്തേക്ക് പോവാണ്. ഇതാണ് റോസും എൻ്റെ കൂടെ തന്നെ ഇൻറ്റേൺഷിപ്പിനുള്ളതാണ്. വന്ന ഉടനെ ഞങ്ങൾ ആദ്യം തന്നെ ചെയ്യുക അവിടെ ചെന്ന് AC ഇടാന്നുള്ളതാണ്. അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കും. സോ ഇതാണ് ഞങ്ങളുടെ ആദിക്കുട്ടൻ. ഞങ്ങൾ 3 പേരാണ് ഇവിടെ ഇൻറ്റേൺഷിപ്പിന് വന്നേക്കണേ. നല്ല ചിൽ എന്നാണ് ഞങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത്. കേട്ടല്ലേ? ഈ ആദ്യം എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരയിപ്പിക്കും. പിന്നെ ഇടയ്ക്ക് വടയൊക്കെ വാങ്ങിച്ചു തരും. ഇതൊക്കെയാണ് ഇവിടുത്തെ എൻ്റർടൈൻമെൻറ്റ്. ഇവനിങ്ങനെ ഇരിക്കണുണ്ടാന്ന് വെച്ചാൽ ഇവൻ ഭയങ്കര സംഭവമാണെന്ന് തോന്നും. കാര്യം ഇവൻ്റെ ഒരു വീക്ക്ലി റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ആ പാവ റോസാണ്. ഇവൻ വിളിച്ചോണ്ടിരിക്കുന്നത് അനുരാഗിനെയാണ്. അവിടെ ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കുന്ന ഒരുത്തിനാണ് ഇവിടെ വിളിച്ചോണ്ടിരിക്കുന്നത്. യാ എടാ അവന് വീഡിയോ കോൾ വരാൻ പറ. വീഡിയോ കോൾ അനുരാഗ് വേഗം വാ, ഞാൻ കാണിച്ചു തരാം. വണ്ണുക നിങ്ങൾ 2 നീലക്കിളികളുടെ ഇടയിൽ ഇതാ ഒരു വെള്ളക്കിളി, വെക്കിളി. ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുമ്പോൾ ഇവൻ എന്നെ വീഡിയോ എടുക്കുന്നു. അത് പണ്ടത്തെ വീഡിയോ ഇല്ലേ, നീ മുഖം കാണിക്കാത്ത, അത് ഞാനിങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ കാണിക്കാട്ടെ. റോസ് അപ്പോഴേക്ക് സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ആളവിടെ സ്നാപ്പില് എൻ്റെ ഇൻറ്റേൺഷിപ്പ് ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം 1 month ആയിട്ടുണ്ട്. ഈ 17th ഒക്കെ ആകുമ്പോഴേക്കും 1 month ആവും. അപ്പോൾ ഇന്നും ട്രാവലിങ്ങൊക്കെ ഭയങ്കര പാടാണ് എനിക്ക്. ട്രെയിനിൽ നിന്ന് വരിക, ചിലപ്പോൾ കുറേ
1.5 മണിക്കൂറൊക്കെ നിന്ന് വരേണ്ടി വരും. അപ്പോൾ ഭയങ്കര പാടാണ്. പിന്നെ ആദ്യയുടെ ഫുള്ള് ചളി കേട്ടിട്ട് ഈ ഓഫീസിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കണം. അത് അടുത്ത ടാസ്ക്കാണ്. നീ ഇങ്ങനെ നോക്കണ്ട തന്നെ, എനിക്കൊന്നും പറയാൻ പറ്റണില്ല. സോ ഞാൻ എല്ലാ കാര്യങ്ങളും ഒന്ന് ബ്രീഫ് ചെയ്യാം. നമ്മൾക്ക് ശരിക്കും 3 മന്താണ് ഇൻറ്റേൺഷിപ്പ് വരുന്നത്. അതിൽ 2 മന്താണ് എനിക്ക് ഇന്ത്യൻ ഓയിലിൽ ഇൻറ്റേൺഷിപ്പ് ഉള്ളത്. 1 മന്ത് ഞാൻ ഏതെങ്കിലും ഒരു NGOയിൽ പോയിട്ട് പിന്നെ വർക്ക് ചെയ്യണം. അപ്പോൾ ഒരു ഏപ്രിലാകുമ്പോഴേക്കും നമ്മളിവിടെ ചെയ്ത വർക്കിൻ്റെ കാര്യങ്ങളുടെയൊക്കെ റിപ്പോർട്ട് ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്യണം. പിന്നെ കോളേജിലെ ഗൈഡ് ഇങ്ങോട്ടേക്ക് വരും, ഇവിടെ വെച്ച് വൈവ നടത്തും, അങ്ങനെയൊക്കെയാണ്. സോ ഇവിടെയും എനിക്കൊരു കമ്പനി ഗൈഡ് ഉണ്ട്. ആ കമ്പനി ഗൈഡും കോളേജിലെ ഗൈഡായിട്ട് മീറ്റിങ്ങൊക്കെ വരും. സോ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അവിടെ പറയണം, അങ്ങനെയൊക്കെ ഉണ്ട്. സോ മൊത്തത്തിൽ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ചെറുതായിട്ട് നമ്മുടെ പ്രൊജക്റ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന സപ്ലൈ ചെയിൻ വർക്ക് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഇവിടെ അത്ര സ്ട്രിക്റ്റ് എന്ന് പറയാനൊന്നുമില്ല. നമുക്ക് പോയി ഈ ആദ്യം ഇടയ്ക്കിടയ്ക്ക് ഡിസ്ട്രക്റ്റ് ആയതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. സോ ഇത്രയൊക്കെയുള്ള മെയിനായിട്ട് കാര്യങ്ങൾ. ഇവിടെ രസമാണ്. ഇനി ഫുഡ് കഴിക്കുമ്പോൾ ഇവിടുത്തെ വേറെ അപ്രൻറ്റീസായിട്ട് നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, അവരൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണ ഒരാളെങ്കിലും ഉണ്ടല്ലോ. ഇവള് നോക്കിയിരിക്കാനിരിക്കുക, ഇവളെ നോക്കിയിരിക്കുക. ഓ എന്തൊരു ചൈതന്യം. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് എല്ലാവർക്കും കൂടി. എനിക്ക് ബിരിയാണി ഉണ്ടെന്ന്. അപ്പം ഞാനിന്ന് ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഇനിയിപ്പോൾ ബസ് പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം, പിന്നെ അങ്ങനെ വീട്ടിലോട്ട്. സിവിൽ എൻജിനീയറിങ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇപ്പോഴും ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും. കമ്പികളൊക്കെ ഇങ്ങനെ എണ്ണി പെറുക്കി. ഇവിടെ ഇപ്പോൾ മെട്രോ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണികൾ കാരണം കൊണ്ട് നല്ല ബ്ലോക്കാണ് വഴി മൊത്തം. സോ വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ എൻ്റെ കസിൻ രുക്കുവിനെ ഇവിടെ വെച്ച് കണ്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തെറ്റാണ്. ഞങ്ങൾ വളരെ പ്ലാൻഡായിട്ടാണ് ഇവിടെ വെച്ച് കാണുന്നത്. സ്ഥലം താഴെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുകളിൽ വലിഞ്ഞു കയറി ഒരു കുരങ്ങൻ്റെ പോലെ. സ്ഥലം ഇല്ലാത്തതുകൊണ്ട് രുക്കു ചേച്ചി നിൽക്കുമായിരുന്നു. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു. ഒരു നിൽക്കാൻ തന്നെ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ആൾക്കാർ നിൽക്കുന്നത്, അത്രയും തിരക്കായിരുന്നു.